ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിവേപ്പില കൊണ്ടുള്ള കറിയാണ്. കറിവേപ്പില നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്, അത് നമ്മൾ എടുത്ത് മാറ്റുകയാണ് ചെയ്യാറ്. അപ്പോൾ അത് വെച്ചിട്ടൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കതെങ്ങനെയാണ് നോക്കാം. അതിന് കുറച്ച് കറിവേപ്പില ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം, കുരുമുളക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളക്, ഒരല്പം ഒരു 4 ടേബിൾ സ്പൂൺ വരുന്ന അളവിൽ തേങ്ങ, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതായത് നല്ലപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിൽ ഏതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ചോയ്സാണ്. പിന്നെ 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകും അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള കറിയാണിത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും മാറ്റാം കേട്ടോ. പിന്നെ ഉഴുന്ന് പരിപ്പും ജീരകവും കടലപ്പരിപ്പും ഒക്കെ ഞാൻ ചെറിയ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ഒന്ന് ഇട്ട് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും തേങ്ങയും കൂടി ചേർത്തി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റി ഒന്നും വേണ്ട. തേങ്ങയുടെയും കറിവേപ്പിലയൊക്കെ ഒന്ന് ചൂടായി ഒരു ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. കറിവേപ്പില നല്ല മൂത്ത് പോയി കഴിഞ്ഞാൽ ഈ കറീൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്ന് വെച്ചാൽ അത് ഒന്ന് വഴറ്റിയെടുക്കേ വേണ്ടൂ കേട്ടോ. ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയേ വേണ്ടൂ. അത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയുടെയോ അല്ലെങ്കിൽ കറിവേപ്പിലയുടെയോ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. ഈ വഴറ്റി വെച്ചിട്ടുള്ളത് ഒന്ന് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നൈസായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ആ അരച്ചെടുക്കുന്ന സമയത്തിന് നമുക്ക് കറി തയ്യാറാക്കാം. അതിനെന്താണെന്ന് വേണ്ടത് വെച്ചാൽ കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് താളിക്കാം. കടുക് ആദ്യം പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചേർത്താനുണ്ട്, ഉലുവ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ അതുകൂടി ഈ കടുകിൻ്റെ കൂടെ ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ഇല്ല എന്നാൽ വലിയ ഉള്ളി ചേർത്താലും കുഴപ്പമില്ല, അതൊക്കെ ഓപ്ഷനിലാണ്. പക്ഷേ ഏറെ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളിക്കായിരിക്കും. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്താനുള്ളത് കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ആയപ്പോഴേക്കും നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഏതാനും സോഫ്റ്റ് ആയി കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ മസാല, കറിവേപ്പില മസാല കൂട്ടി ചേർത്ത് കൊടുക്കണം. ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തിട്ട് അതും ഒന്ന് അതിൻ്റെ നമ്മൾ ഒരുപാട് വഴറ്റാതെയാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്ന വരെ നമുക്ക് നല്ലൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങയും കറിവേപ്പിലയും ജീരകം, കടുക് എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റാം. ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി. ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്തുന്നില്ല. ഇതിൻ്റെ കറിക്ക് പുളിപ്പിനാവശ്യമായിട്ടുള്ള പുളി, വാളംപുളിൻ്റെ വെള്ളമാണ് നമ്മൾ ചേർത്തുന്നത്, തക്കാളി ചേർത്തുന്നില്ല.
അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് അത് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ പുളിയുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം. നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ കറിയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചേർത്തു. ഉപ്പ് മാത്രം നമ്മൾ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. പുളി വേവും വേണം, പിന്നെ അതിൻ്റെ മസാലകളെല്ലാം ഒന്ന് സെറ്റാവണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറിവേപ്പില കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്നും മറക്കാതെ ട്രൈ ചെയ്യാം. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.